നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. ഇവിടെ ആര് കൊടികുത്തും? ലോക്സഭാ ഇലക്ഷന്റെ മറവിൽ കുട്ടനാട്ടിൽ ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളാണ് നികത്തി മാറ്റിയത്. റവന്യൂ, കൃഷി അധികൃതരും രാഷ്ട്രീയ കക്ഷികളുമാണ് ഇവർക്ക് കൊടി പിടിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ കഞ്ചാവ് മയക്കുമരുന്ന് ലോബികൾ പിടിമുറുക്കുന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ പോലീസും എക്സൈസും. മാർക്സിസ്റ്റുകാർ ഇന്ത്യൻ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണെന്ന് മുൻ MLA D. സുഗതൻ. CPM അക്രമ രാഷ്ട്രീയം അവസാനിപ്പിച്ചില്ലെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും D. സുഗതൻ. വാർത്തകൾ വിശദമായി. തിരഞ്ഞെടുപ്പിന്റെ മറവിൽ കുട്ടനാട്ടിൽ ഹെക്ടർ കണക്കിന് നെൽപ്പാടങ്ങൾ നികത്തിമാറ്റി. റവന്യൂ, കൃഷി അധികൃതരുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും ഒത്താശയോടെ നടന്ന നിലം നികത്തൽ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നു. നികത്തിമാറിയ പുരയിടങ്ങൾക്ക് പഞ്ചായത്ത് അധികൃതർ കൈക്കൂലി വാങ്ങി അനുമതി നൽകുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളുടെ വിസ്തൃതി ദിവസം തോറും കുറഞ്ഞു വരുന്നതായിട്ടാണ് കാർഷിക മേഖലയിലെ പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നത്. കഴിഞ്ഞ 1.5 മാസത്തിനിടയിലാണ് ഇത്തരത്തിൽ വ്യാപകമായി നിലനികത്തൽ നടന്നത്. വെളിയനാട്, കാവാലം, മുട്ടാർ, എടത്വ, വിയ്യപുരം, കൈനഗിരി, പുളുങ്ങുന്ന്, കന്മാടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് തിരഞ്ഞെടുപ്പിന്റെ മറവിൽ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒത്താശയോടുകൂടി നിലനികത്തൽ വ്യാപകമായി നടന്നത്. ഒരു മീനും പദ്ധതിയുടെ മറവിൽ കുട്ടനാട്ടിലെ വിവിധ പാടശേഖരങ്ങളിൽ അനധികൃതമായി മീൻകുള നിർമ്മാണവും നടന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനെതിരെ വ്യാപക പരാതികൾ ഉയർന്നപ്പോൾ നാമമാത്രമായ ആളുകൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുവാൻ റവന്യൂ വകുപ്പ് തയ്യാറായുള്ളൂ. നികത്തൽ ഇപ്പോഴും നിർബാധം തുടരുന്നതിന് ഇത് സഹായകമായി. നിലനികത്തലിന്റെ മറവിൽ രാഷ്ട്രീയ പാർട്ടികളും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന ലോബി ലക്ഷക്കണക്കിന് രൂപ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സ്വീകരിച്ചതായും നാട്ടുകാരും കർഷകരും ആരോപിക്കുന്നു. നിലനികത്താൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്തെ കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ്, കർഷക പ്രതിനിധി, തൊഴിലാളി നേതാവ് എന്നിവരടങ്ങിയ സമിതിക്ക് നിലനികത്തലിന്റെ അപേക്ഷ നൽകുകയും ഈ സമിതിയുടെ ശുപാർശ പ്രകാരം RDOയ്ക്ക് 10 സെന്റ് വരെ നിലനികത്തുവാൻ അനുമതി നൽകാം എന്നതാണ് നിയമം. 3 മാസത്തിനകം തന്നെ നിർദ്ദിഷ്ട സ്ഥലം നികത്തണമെന്നും നിയമത്തിൽ പറയുന്നു. അതേസമയം ഇതൊന്നും ആരും പാലിക്കാറില്ല. നിലനികത്തലിനെതിരെ വില്ലേജ് ഓഫീസർ നൽകുന്ന സ്റ്റോപ്പ് മെമ്മോ ഒരു പതിവ് ചടങ്ങായി മാറിയിരിക്കുകയാണ്. അനധികൃതമായി നികത്തുന്ന സ്ഥലം പഞ്ചായത്ത് അധികൃതർ പുരയിടമെന്ന രേഖ ഉണ്ടാക്കുന്നതോടെ ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നതാണ് പതിവ്. കുട്ടനാട്ടിൽ പുഞ്ചകൃഷിയും രണ്ടാം കൃഷിയും പരമാവധി വർദ്ധിപ്പിക്കാൻ ഒരു ഭാഗത്ത് ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇത്തരം അനധികൃത നിലനികത്തലുകൾ ഇതിന് തിരിച്ചടിയാവുകയാണ്. ന്യൂസ് ഡെസ്ക് KCV. കുട്ടനാട് ഉൾപ്പെടെ ആലപ്പുഴ ജില്ലയിൽ കഞ്ചാവ് മയക്കുമരുന്ന് ലോബി പിടിമുറുക്കുന്നു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകളാണ് കഴിഞ്ഞ മാസം മാത്രം സ്പെഷ്യൽ ബ്രാഞ്ച് പിടികൂടിയത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അധോലോക സംഘവുമായി ബന്ധമുള്ള ഏതാനും പേരുടെ നേതൃത്വത്തിലാണ് കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും എത്തുന്നത്. കാവാലം, തട്ടാശ്ശേരി, കൃഷ്ണപുരം ക്ഷേത്ര പരിസരം, മങ്കൊമ്പ് 60 കോളനി, പുളുങ്ങുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ് എന്നിവിടങ്ങളിലായാണ് കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന പൊടിപൊടിക്കുന്നത്. കാവാലം, കൃഷ്ണപുരം ഭാഗത്ത് കഞ്ചാവ് എത്തുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസും വിജിലൻസും സ്പെഷ്യൽ ബ്രാഞ്ചും ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം അരിച്ചുപെറുക്കിയെങ്കിലും വിൽപ്പനക്കാരെ പിടികൂടാനായില്ല. പോലീസിൽ തന്നെയുള്ള അവിഹിത കൂട്ടുകെട്ടുകളാണ് പ്രതികൾ രക്ഷപ്പെടാൻ ഇടയാക്കിയതെന്ന് പോലീസിലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു. കിടങ്ങറ വാലടി റോഡിലൂടെയാണ് ഇവർ രക്ഷപ്പെടാറ് പതിവ്. ഇവരുടെ രക്ഷപ്പെടലിന് പിന്നിൽ ആരുടെയൊക്കെയോ സഹായമുള്ളതായും നാട്ടുകാർക്ക് സംശയമുണ്ട്. എന്നാൽ ഈ അധോലോക സംഘങ്ങളെ ഭയപ്പെടുന്ന നാട്ടുകാർക്ക് സംഭവം പുറത്തു പറയുവാനോ വേണ്ട നീക്കങ്ങൾ നടത്തുവാനോ ധൈര്യമില്ലാത്തതാണ് ഇക്കൂട്ടർക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ, ഡ്രൈവർമാർ എന്നിവരെയാണ് മയക്കുമരുന്ന് ലോബികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ലഹരിക്കായി വേതന സംഹാരികൾ വ്യാപകമായി ഉപയോഗിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഭീഷണിപ്പെടുത്തിയും കൂടുതൽ പണം നൽകിയുമാണ് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ഇവർ ഈ രീതിയിലുള്ള മരുന്നുകൾ കൈവശപ്പെടുത്തുന്നത്. ഇതുമൂലമുണ്ടാകുന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങളും രോഗങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും അനുദിനം വർദ്ധിച്ചു വരുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടോ ഇതിനെതിരെ പ്രതികരിക്കുവാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സാമുദായിക സാംസ്കാരിക സംഘടനകളോ ശ്രമിക്കുന്നില്ല. മയക്കുമരുന്നുകളുടെ വ്യാപനം തടയേണ്ട എക്സൈസ്, പോലീസ് അധികൃതർ വേണ്ടത്ര ആർജവം ഈ വിഷയത്തിൽ കാണിക്കുന്നുമില്ല. കൃത്യമായി ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും വിലങ്ങിടാനാണ് ഇക്കൂട്ടർ ശ്രമിക്കുന്നത് എന്നതാണ് വിചിത്രമായ മറ്റൊരു വസ്തുത. ന്യൂസ് ഡെസ്ക് KCV. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന നേട്ടങ്ങളുടെ മുഴുവൻ ഗുണഫലവും അനുഭവിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന മാർക്സിസ്റ്റ് നിലപാട് ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് മുൻ MLA D. സുഗതൻ.
യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ജിബിൻ ജേക്കബിനെ CPM-കാർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 107 വകുപ്പിൽ കുഞ്ഞുമോൻ മക്കളും വെറുതെ ആയാൽ പിന്നെ വരേണ്ടത് RD ഓഫീസിൽ ആലപ്പുഴ വരണം. ഈ ആലപ്പുഴ വരണമെന്ന് പറയുമ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ വലിയ കൊലപാതക ശ്രമം നിങ്ങൾ നടത്തിയില്ലെങ്കിൽ നല്ല മൊഴി കൊടുത്താൽ 307 എടുക്കാം. ഇത് വേണേ 307 എടുക്കാം. എന്നോട് ആലോചന ഞാൻ പറഞ്ഞു കൊടുത്തേ. വേണേ മൊഴി അനുസരിച്ചാണ് വകുപ്പ് വരുന്നത്. 307 എന്ന വകുപ്പിൽ കേസ് വന്നാലും ആലപ്പുഴ വരണം. ഇപ്പോൾ ആരെങ്കിലും കുഞ്ഞുമോനെയും മക്കളെയും പ്രോത്സാഹിപ്പിച്ചാലും ആലപ്പുഴ വരുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ അഡ്വാൻസ് ആയിട്ട് അറിയിക്കാൻ ആലപ്പുഴ വരുത്തും കേട്ടോ. അതിനാണ് ഈ വരുത്തി വശോധിക്കുക എന്ന് പറയുന്നത്. കടിച്ച പാമ്പിന് മന്ത്രം ചെയ്ത് ഈ പാമ്പ് തിരികെ വന്ന് ഈ കടിച്ച പാമ്പിൽ കടിച്ചെടുക്കും എന്നൊക്കെ പറയുന്നത്. അതൊരു ഉപമയായിട്ട് പറയുകയാണ്. വേണ്ടി വന്നാൽ കടിച്ച പാമ്പിനെ വിഷമെടുക്കുന്നത് നിങ്ങളെ കൊണ്ട് വരുത്തി വശമെടുക്കും. ഇതൊക്കെ പറയാനാണ് ഞാനിവിടെ വന്നത്. വെല്ലുവിളിയല്ല, മര്യാദയ്ക്ക് ജീവിക്കണം, മര്യാദയ്ക്ക് നടക്കണമെന്ന് പറയുകയാണ്. അപ്പൊ ഇതിനെല്ലാം ഇവിടുത്തെ LC-ക്കും ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തിനും പങ്കുണ്ടോ എന്നറിയാൻ കൂടെ ആഗ്രഹമുണ്ട്. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി ഒരു അക്രമ രാഷ്ട്രീയമായിട്ട് നെടുമുടി പഞ്ചായത്തിലോ കുട്ടനാട്ടിലോ ആലപ്പുഴ ഇറങ്ങാൻ തീരുമാനിച്ചെങ്കിലും അറിയണമല്ലോ. അത് പാർട്ടിയുടെ അറിവോടുകൂടിയാണോ എന്നറിയാനും ആഗ്രഹമുണ്ട്. അറിവോടെയാണെങ്കിൽ അത് അവസാനിപ്പിക്കണം എന്നവർ പറയുന്നു. അല്ലെങ്കിൽ അവരിവരെ ഉപദേശിച്ച് മര്യാദയ്ക്ക് നിർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോൺഗ്രസ് വലിയ പാർട്ടിയാണ്. നെടുമുടി മണ്ഡലം പ്രസിഡന്റ് R. മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. G. മുകുന്ദൻപിള്ള, K. ഗോപകുമാർ, ജോർജ് മാത്യു പഞ്ഞിമരം, ജോസി, സുധാമണി, മിനി മന്മഥൻ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. മങ്കൊമ്പ് ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന പുളിങ്കുന്ന്, കണ്ണാടി, അമ്മനാപ്പള്ളി, ഫാത്തിമ മാത, തൊണ്ണൂറിൽച്ചിറ തുടങ്ങിയ പ്രദേശങ്ങളിലെ 11 kV ലൈനിലെ ടച്ചിംഗ് വെട്ടുന്നതിനാൽ ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ 6 മണിവരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കേരള മണ്ണാൻ സഭ തലവടി ശാഖാമന്ദിരത്തിന്റെ 2ാം വാർഷിക ആഘോഷവും കുടുംബസംഗമവും നടന്നു. തലവടി ശാഖാമന്ദിരത്തിൽ നടന്ന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു വലിയവിടൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PV ഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു. KMS ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ P രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി.
സെക്രട്ടറി ഗോപാലകൃഷ്ണൻ, ജോജി ജെ വൈലോപ്പള്ളി, വിദ്യാധരൻ, KN അജിത്ത്, സുനിൽകുമാർ, ആശാ മധു, മായാപ്രസാദ് എന്നിവർ സംസാരിച്ചു. എടത്വ ഡിവൈഎഫ്ഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന ക്രിക്കറ്റ് മത്സരത്തിൽ 7 സ്റ്റാർ കാഞ്ഞിരംതുരുത്ത് വിജയികളായി. വിജയികൾക്ക് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി ട്രോഫികൾ വിതരണം ചെയ്തു. ഡി മണിച്ചൻ, എ വിജയരാഘവൻ മെമ്മോറിയൽ ട്രോഫിയാണ് വിജയികൾക്ക് സമ്മാനിച്ച് ദേശീയ തുഴച്ചിൽ താരം ലിബിനി മറിയം വർഗീസ് ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു. KL ബിന്ദു, K പ്രകാശ്, റെജി P വർഗീസ്, ജസ്റ്റിൻ ശാമുവൽ, ഷിക്കു കുര്യൻ എന്നിവർ സംസാരിച്ചു. ദക്ഷിണായനം കഴിഞ്ഞ് ഉത്തരായനം ലക്ഷ്യമാക്കിയുള്ള സൂര്യദേവന്റെ യാത്രയിൽ ദേവന്റെ പ്രീതിക്കായി ഒന്നാങ്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആദിത്യപൂജ നടന്നു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉദാഹരണമാണ് ആദിത്യപൂജ. പ്രപഞ്ചത്തിന്റെ ഊർജ്ജദാതാവായ സൂര്യദേവനെ പ്രീതിപ്പെടുത്തി അനുഗ്രഹം തേടുക എന്നതാണ് ചടങ്ങിന്റെ ഉദ്ദേശം. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. കൊണ്ടാക്കൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നുവന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മധ്യസ്ഥ തിരുനാളിന് സമാപനമായി ഏപ്രിൽ 30 ആരംഭിച്ച മധ്യസ്ഥ തിരുനാളിന് ഞായറാഴ്ച പര്യവസാനമായി. ആഘോഷപരമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സെബാസ്റ്റ്യൻ കുറിഞ്ഞിപ്പറമ്പിൽ നേതൃത്വം നൽകി. ഫാദർ ഫിലിപ്പ് തുണ്ടുപാലിച്ചിറ തിരുനാൾ സന്ദേശവും നൽകി. ഫാദർ ജോസഫ് കടപ്രക്കുന്നിൽ തിരുനാൾ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നേർച്ചക്കഞ്ഞിയും ലേലവും കൊടിയിറക്ക് എന്നിവയും നടന്നു. എടത്വ പാണ്ടങ്കരി കൊച്ചി ശാസ്താ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. സപ്താഹ സമാപനത്തോടനുബന്ധിച്ച് അവഭൃത സ്നാന ഘോഷയാത്രയും നടന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ദിനേശ് നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഇനി ചരമവാർത്തകൾ. വെളിയനാട് ചെരുപ്പേത്ത് വീട്ടിൽ സുഭാഷിന്റെ മകൻ സുബിൻ നിര്യാതനായി. 13 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മങ്കൊമ്പ് കക്കളത്തിൽ പുത്തൻപുരയിൽ ഭാരതിയമ്മ നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇവിടെ ആര് കൊടികുത്തും? ലോക്സഭാ ഇലക്ഷന്റെ മറവിൽ കുട്ടനാട്ടിൽ ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളാണ് നികത്തി മാറ്റിയത്. റവന്യൂ, കൃഷി അധികൃതരും രാഷ്ട്രീയ കക്ഷികളുമാണ് ഇവർക്ക് കൊടി പിടിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ കഞ്ചാവ് മയക്കുമരുന്ന് ലോബികൾ പിടിമുറുക്കുന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ പോലീസും എക്സൈസും. മാർക്സിസ്റ്റുകാർ ഇന്ത്യൻ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണെന്ന് മുൻ MLA ഡി സുഗതൻ. CPM അക്രമ രാഷ്ട്രീയം അവസാനിപ്പിച്ചില്ലെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും ഡി സുഗതൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.